രാത്രിയിലെ റൂഹിന്റെ ഒരു ഫുഡ് റൂട്ടീൻ കണ്ടാലോ? ആദ്യം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച 3-4 ഉണക്കമുന്തിരിയും അതിന്റെ വെള്ളം കൊടുക്കും. പിന്നെയൊന്നും ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആപ്പിളും പഴവും പീനട്ട് ബട്ടറും കൂടിയിട്ട് ഒരു സ്മൂത്തിയാണ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഫുഡിന്റെ ടൈമും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ആക്കുന്നില്ല, കാരണം നമ്മൾ രാത്രി കിടക്കാൻ നല്ല ലേറ്റ് ആക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാവും നീക്കുണ്ടാകും. ലഞ്ചായിട്ട് ചോറും മോരുകറിയും ചിക്കൻ വരട്ടിയതായിരുന്നു. നമ്മളിവിടെ വന്ന ടൈമിലൊക്കെ ആദ്യം ഓൾക്ക് വെറും ചിക്കൻ മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒക്കെ സെറ്റായി. ചോറിന്റെ കൂടെ അല്ലെങ്കിൽ സൈഡായിട്ട് അതുപോലെ ഹാഫ് കപ്പായിട്ട് യോഗോട്ട് ഞാൻ ഡെയിലി കൊടുക്കും. ഇതുണ്ടെങ്കിൽ ഓൾക്ക് പ്രത്യേകിച്ച് കറിയോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. പിന്നെ ഇതുപോലെ വെള്ളം ബോട്ടിൽ ഫില്ല് ചെയ്തിട്ട് സൈഡിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഓൾക്ക് കിട്ടുന്ന രീതിയിൽ വെക്കും. അങ്ങനെ ആകുമ്പോൾ ഓൾക്ക് ആവശ്യമുള്ള ടൈമിൽ ഓള് നമ്മളെടുത്ത് കൊടുന്നേരെ കുടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ വൈകുന്നേരം പഴം അവോക്കാഡോയും കൂടെ കൂടിയുള്ള ഒരു സ്മൂത്തി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. രാത്രി ഇതുപോലെ ഫ്രീ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ട് കട്ട് ചെയ്ത് കൊടുക്കും. നമ്മളെ പോലെ തന്നെ ഇപ്പോഴത്തെ മക്കൾക്കും ഈ അൺഹെൽത്തി ഫുഡിനോടായിരിക്കും ഇൻട്രസ്റ്റ് കൂടുതൽ. പക്ഷെ നമ്മൾ ഈ ജങ്ക് ഫുഡ്സ് ഓവറായിട്ട് കഴിക്കാൻ തുടങ്ങിയ ഏജും അവരുടെ ഏജും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാനിതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കൽ കുറവാണെങ്കിൽ റൂഹിന്റെ മുമ്പിൽ വെച്ചിട്ട് ബ്രോക്കലി ഒക്കെ കഴിച്ചിട്ട് സൂപ്പറാണ് എമ്മയാണെന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് 2 times റിജക്ട് ചെയ്താലും 3rd ടൈം ഓളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കും. മാക്സിമം ഞാൻ റൂഹിന്റെ ഫുഡിൽ നിന്ന് ചോക്ലേറ്റ്സും ബേക്കറീസും ഒക്കെ അവോയ്ഡ് ചെയ്യാനാണ് നോക്കൽ. നമ്മൾ അവരോടുള്ള സ്നേഹം കാണിക്കേണ്ടത് ഒരിക്കലും ഇതുപോലെ ചോക്ലേറ്റ്സോ ബിസ്ക്കറ്റ്സോ ഒന്നും മേടിച്ചു കൊടുത്തിട്ടല്ല. പിന്നെ ഈ ഒരു നട്ട്സ് പൗഡർ ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട്. സ്മൂത്തി ഷെയ്ക്കൊക്കെ അടിക്കുന്ന ടൈമിൽ ഓരോ സ്പൂൺ വെച്ചിട്ട് കുട്ടികൾക്ക് അടിച്ചു കൊടുക്കാൻ നമുക്കും നല്ലതാണ്.